ഹലോ മീഡിയസ്, അപ്പോൾ എല്ലാവരും തിരുവോണമായിട്ട് സദ്യയൊക്കെ ഉണ്ട്, വയറൊക്കെ ഡുമ്മനെയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം ഒടുക്കത്തെ മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമുള്ളത് ഇപ്പോഴും തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഓണം മഴയത്താണ് എന്ന് എടുത്ത് പറയാം. അപ്പോൾ എന്താ പറയുക, സദ്യ ഭേഷമായിരുന്നു കേട്ടോ. ഏട്ടന് ഭയങ്കര നിർബന്ധത്തിന് ഞാൻ തിരുവോണത്തിന് സദ്യ ഏട്ടൻ്റെ കൂടെ തന്നെ ഉണ്ണണമെന്ന് നിർബന്ധമുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ചേട്ടൻ്റെ നിർബന്ധമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ബോളി എന്താ പറയുക, ബർമസലി പായസം. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തുകാരുടെ സ്പെഷ്യലാണ് കേട്ടോ. സദ്യക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. എന്ന് വെച്ചാൽ ആദ്യം പരിപ്പ്, അത് കഴിഞ്ഞാൽ സാമ്പാർ, അത് കഴിഞ്ഞ് പിന്നെ പായസവും ബോളിയും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, പുളിശ്ശേരി, രസം, മോര്, ഇങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങോട്ട് വയറിങ്ങനെ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊരു രക്ഷ ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാതെ പുളിശ്ശേരി ആയിട്ട് എൻ്റെ ലാസ്റ്റ് നേരത്തെ കുറച്ച് ചോറിങ്ങനെ മാറ്റി വെച്ചിരുന്നത് നിങ്ങൾ കണ്ടുല്ലോ, അത് ഈ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ്. അതല്ല പിന്നെയും ചോറ് അത്രയും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇതാ രസം, ഇത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെയാണ് തിരുവനന്തപുരത്തുകാരുടെ സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ സ്വന്തം നാടായിട്ട് അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ് കേട്ടോ. ശരിക്കും ഇത് സദ്യ നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ്. കാര്യം ഇങ്ങനെ കഴിക്കണം. ഇല ഫിനിഷ് ആക്കിയിട്ടുണ്ട്, തിരുവോണം അങ്ങനെ അടിപൊളി. പിന്നെന്താ പറയുക, വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കൂടെ സദ്യ ഉണ്ട്, സ്പെഷ്യൽ അതിഥി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിഥി ഭേഷ സദ്യയൊക്കെ ഉണ്ടിട്ട്, അപ്പോൾ ഏതാണ് അതിഥി എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്താ. സദ്യ ഉണ്ടിട്ട് ആശാൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ അവസ്ഥ പറയണോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സദ്യ ഉണ്ടിട്ട് ആശാൻ്റെ ഒരു മടുപ്പ് നോക്കിയേ. അവിടെ ഒരു കുഞ്ഞു പൂച്ചയുണ്ട് കേട്ടോ, ചക്കി. ചക്കീൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കിയേ. ചക്കിക്ക് ഉണരാനൊന്നും പറ്റുന്നില്ല. ചക്കി ഇങ്ങനെ മഥാലസയായിട്ട് അങ്ങോട്ട് കിടക്കുക. അതെ, എനിക്ക് ഒന്നാമതേ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നോക്കിക്കേ. അയ്യോ, ഇപ്പം നമ്മുടെ കാര്യം പറയണോ, മനുഷ്യന്മാരെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. പൂച്ചയ്ക്ക് സദ്യ കൊണ്ടിട്ട് ആകെ സീനായി പോട്ടെ, ഒന്നും അറിയില്ല, എന്തൊക്കെ ചെയ്തിട്ട് അറിയുന്നില്ല കേട്ടോ. എന്നിട്ട് 2 കുറുമ്പികളും കൂടെ വന്നു, എൻ്റെ ഏട്ടൻ്റെ മക്കളാണ്, കുറുമ്പികളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു. അയ്യോ, എന്നെ ആരാ ശല്യം ചെയ്യുന്നേ? എടി നിനക്കൊക്കെ എന്തിൻ്റെ കേടാടി, എന്നെ എന്തിനാടി ശല്യപ്പെടുന്നത്? അപ്പോൾ ശരി, ടാറ്റാ.